ADM നവീൻ ബാബുവിൻ്റെ കേസിൽ തുടരന്വേഷണത്തിന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. വളരെയധികം വിവാദമായ ഒരു സംഭവമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം. PP ദിവ്യ എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നവീൻ ബാബുവിനോടുള്ള വൈരാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് ആ സെൻഡ് ഓഫ് സമയത്ത് എതിരായി പ്രസംഗിച്ചിട്ട് അവരവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. നവീൻ ബാബു അവിടെ നിന്ന് അന്നേ ദിവസം ട്രാൻസ്ഫറായി തൻ്റെ നാട്ടിലേക്ക് വരാനായിട്ട് രാത്രി 8:30 ട്രെയിനിൽ ബുക്ക് ചെയ്തിരുന്നു. അന്ന് ഉച്ചയ്ക്ക് സെൻഡ് ഓഫ് നടന്നു. അതിനുശേഷം അദ്ദേഹം ക്വാർട്ടേഴ്സിൽ വന്ന് ബാഗും എല്ലാം റെഡിയാക്കി ആ ക്വാർട്ടേഴ്സിൻ്റെ താക്കോല് തൻ്റെ ഡ്രൈവറെ ഏൽപ്പിച്ചു. ക്വാർട്ടേഴ്സ് വിട്ടുകൊടുത്തു. ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് പള്ളിക്കുന്നിൽ താമസിച്ചത്. അതിനുശേഷം അദ്ദേഹം ഡ്രൈവറുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. പിന്നീട് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പൂട്ടി താക്കോല് കൊടുത്ത ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് നിൽക്കുന്നതായിട്ടാണ് അടുത്ത ദിവസം രാവിലെ കാണുന്നത്. വളരെയധികം ദുരൂഹമായ ഒരു കേസ് തന്നെയായിരുന്നു. പക്ഷേ രാഷ്ട്രീയപരമായ ആ കേസ് മറ്റു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ നവീൻ ബാബുവിന് നീതി ലഭിച്ചിട്ടില്ല. നവീൻ ബാബു തന്നെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വരണമെന്ന് ഭാര്യയെടുത്തും മക്കളുടെ പറഞ്ഞു. വെളുപ്പിനെ 5:30 മണിക്ക് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ രാത്രി 8:30 കയറും. നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്തതാണ്. പക്ഷേ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഭാര്യയും മക്കൾക്കും നവീൻ ബാബുവിനെ കാണാൻ പറ്റിയില്ല. അദ്ദേഹം ആ ട്രെയിനിൽ വന്നില്ല. ആ ട്രെയിനിലെ TTRനെ അവർ വിളിച്ചു ചോദിച്ചു. ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്, ആള് കണ്ണൂരിൽ നിന്ന് അവിടുന്ന് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം വളരെയധികം വിവാദമായി. ദുരൂഹത അന്ന് മുതൽ ഇന്നും നിലനിൽക്കുന്നു. ദുരൂഹത മാറ്റാൻ അന്നത്തെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്നത്തെ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയപരമായി കേസ് അന്വേഷിച്ചു എന്ന് തന്നെയാണ് കേരളം കരുതുന്നത്. ഇപ്പോഴേ തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജിയുടെ ഉത്തരവ് വന്നു. 4 കാര്യങ്ങൾ തുടരന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 13 വീഴ്ചകളാണ് അതിനകത്ത് നവീൻ ബാബുവിൻ്റെ വക്കീൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭാര്യ മഞ്ജുഷ കൊടുത്ത പരാതിയിലാണ് കോടതി അഡീഷണൽ സെഷൻ ജഡ്ജി ഈ ഉത്തരവ് നടപ്പാക്കിയിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3-4 പോയിന്റുകൾ: മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ പേഴ്സണൽ ഫോൺ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോക്കിയത്. അവരുടെ ഒഫീഷ്യൽ ഫോൺ നോക്കിയിട്ടില്ല. അത് ഒരു കോൺട്രവേഴ്സ്യലാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? സാമാന്യഗതി എത്ര ഫോണുണ്ടല്ലോ അത്ര ഫോൺ നോക്കുകയല്ലേ പതിവ്. തീർച്ചയായിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി അത് രാഷ്ട്രീയപരമായി കേസ് അന്വേഷിച്ചെന്ന് പറയേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെയുള്ള കൃത്രിമൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സ്വകാര്യ ഫോണിലെ വിവരങ്ങൾ മാത്രം നോക്കിയെന്നും പറയുന്നുണ്ട്. ഏതായാലും ഒരു ഫോണെ പരിശോധിച്ചുള്ളൂ. നവീൻ ബാബുവിൻ്റെ കൈക്കൂലി ആരോപണം ആ സമയത്ത് പുറത്തേക്ക് വന്നു. അത് പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ 1 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറയുന്നത്. പ്രശാന്തിനും നവീൻ ബാബുവും സംസാരിക്കുന്നതും അവർ നടന്നു പോകുന്നതും ഒക്കെ CCTV ദൃശ്യം അന്ന് നമ്മൾ കണ്ടു. ഏതായാലും ആ വിവരങ്ങളൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല. പള്ളിക്കുന്നിലെ പ്രശാന്ത് ഈ ADMന്റെ ഒപ്പം അവിടെ വന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും കൈക്കൂലി കൊടുക്കാനായിട്ട് വന്നു എന്നുള്ള ധാരണ പരത്തുന്ന ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെയെങ്കിൽ ആ കൈക്കൂലി കണ്ടെടുക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ ADMന്റെ ബാഗിൽ നിന്നോ ക്വാർട്ടേഴ്സിൽ നിന്നോ അങ്ങനെ ഒരു കൈക്കൂലിയുടെ പണം കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം മാത്രമാണ് ആ കേസിനകത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ഇൻക്വസ്റ്റ് സമയത്തൊരു ചില പ്രത്യേകതകളുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ഇല്ലാതെ വളരെ ഹറിബറിയായിട്ട് ഇൻക്വസ്റ്റ് നടപ്പാക്കി. പക്ഷേ ഇൻക്വസ്റ്റ് നടപ്പാക്കിയത് അന്നേരം അതൊരു ASI ആണ് ആ ഇൻക്വസ്റ്റ് നടത്തിയത്. അദ്ദേഹത്തിന് അന്നേരം അദ്ദേഹത്തിനെ സ്വാധീനിക്കുകയോ അല്ല മറ്റു വികാരങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരിക്കണം. കാരണം അദ്ദേഹം സത്യസന്ധമായിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം ആ ഇൻക്വസ്റ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ
അണ്ടർവെയറിന്റെ ഭാഗത്ത് അവിടെ രക്തക്കറയുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അത് പോലീസ് നോക്കിയിട്ടില്ല. ആ ഇൻക്വസ്റ്റിനകത്ത് അത് കിടപ്പുണ്ട്, ഇന്നും കിടപ്പുണ്ട്. പക്ഷേ ആ ഇൻക്വസ്റ്റിലെ ആ രക്തക്കറ, ആ രക്തം വന്ന ഭാഗത്തെ പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും അദ്ദേഹം പറയേണ്ടതായിരുന്നു. അദ്ദേഹം പഴയ ഒരു ഡിവൈഎഫ്ഐക്കാരനാണ്. അതിനുശേഷം അദ്ദേഹം ഫോറൻസിക് ഡോക്ടറായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ വന്നു. അദ്ദേഹം തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത്. അവിടെ ചില പാകപ്പിഴകൾ ആ പോസ്റ്റ്മോർട്ടത്തിൽ വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. ആ കേസിനകത്ത് വിസറ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിക്ക് അയച്ചിട്ടില്ല. ആ വിവരം അതിനകത്ത് പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇന്നും അത് പറയുന്നില്ല. ഇൻക്വസ്റ്റിൽ കണ്ട ആ ബ്ലഡ് സ്റ്റെയിൻസിന്റെ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. അതൊക്കെ വൻ വീഴ്ചകൾ അതിനകത്ത് സംഭവിച്ചായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് എന്തിനാണ് അങ്ങനെ വീഴ്ച വരുന്നത്? ഒരു ഫോറൻസിക് ഡോക്ടർ എന്തുകൊണ്ടാണ് ആ ഏനൽ ഏരിയയിൽ നിന്ന് വന്ന ആ ബ്ലഡ് സ്റ്റെയിൻ്റെ കാര്യം പറയാതെ പോയത്? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, വെറും പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്നു. ഇതൊക്കെ സംശയം ഉണർത്തുന്ന കാര്യം തന്നെയാണ്. അത് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ച് ഒരു സെൻഡ് ഓഫ് ഉച്ചയ്ക്ക് നടന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങും യൂറിനില്ല, മലമില്ല, വയറ് കാലിയാണ്. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്ന സെൻഡ് ഓഫിന് ഇദ്ദേഹം കഴിച്ചോ ഇല്ലെന്നെ പറ്റി പോലീസ് അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ട്? പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് വയറ്റിനകത്ത് ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും വന്നില്ല, ഒന്നും കണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുള്ള അവിടുന്ന് നേരെ വീട്ടിൽ കൊണ്ടുപോയി അത് പെട്ടെന്ന് ബേൺ ചെയ്ത് കളഞ്ഞു എന്നുള്ളതുകൊണ്ട് റീപോസ്റ്റ്മോർട്ടത്തിൻ്റെ സ്കോപ്പ് ഇല്ലാതെ പോയി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്ന കാര്യങ്ങൾ, അത് അന്ന് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സത്യം വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിനെ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം മുറി പൂട്ടി താക്കോല് കൊടുത്ത് ആ ക്വാർട്ടേഴ്സ് ഹാൻഡ് ഓവർ ചെയ്തു ഡ്രൈവർ മുഖേന. അത് പിന്നെ എങ്ങനെ അദ്ദേഹം തുറന്നു? പക്ഷേ അതിൻ്റെ പൂട്ട് പൊളിഞ്ഞാൽ കിടക്കുന്നതെന്ന് രാവിലെ വന്ന ഡ്രൈവർ പറയുന്നുണ്ട്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് വിടാൻ പോയപ്പം ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് അദ്ദേഹം ഇറങ്ങി, ആരൊരു ഫോൺ വന്ന് ഇറങ്ങി എന്നൊരു വാദം പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് ഇനിയും പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സമൂലമായ ഒരു അന്വേഷണം ഇതിനകത്ത് വേണ്ടി വരും. അതിന് പ്രാരംഭമായിട്ട് എന്തായാലും അവിടുത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജി എന്തായാലും അതിലേക്ക് ചില സംശയങ്ങൾ ഉന്നയിച്ചതിനെ പറ്റി അന്വേഷണം നടത്തണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് സെൻഡ് ഓഫ് സമയത്ത് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഹാര പദാർത്ഥം തീർച്ചയായിട്ടും വയറ്റിനകത്ത് കിടക്കണം. അദ്ദേഹം പിന്നീട് എപ്പോഴെങ്കിലും ബാത്റൂമിൽ പോയോ ഇല്ലയോ എന്നുള്ള തെളിവില്ല. വയറ് കാലിയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ കേസിന്റെ അന്വേഷണം മെയ് 30 തീർക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴുത്തില് ആ ലിഗേച്ചർ മാർക്ക്, അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം എവിടാണ് കെട്ട് മുറുകിയിരിക്കുന്നത്, ആ കെട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കടവായി കൂടെ വായി കൂടെ സലൈവ ഒഴുകണം. ഈ കേസിൽ സലൈവ ഒഴുകിയിട്ടില്ല. അത് അപ്രത്യക്ഷമായിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന സമയത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ സ്ക്രോട്ടം ഏരിയയിൽ ഒരാൾ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ, ബലമായിട്ട് ചവിട്ടുക ചെയ്താൽ ആ ബ്ലഡ് ഏനൽ ഭാഗത്തൂടെ ഒഴുകും. അതാണ് അദ്ദേഹത്തിന്റെ അണ്ടർവെയറിനകത്ത് കണ്ടതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ചവിട്ടി പിടിച്ചാൽ, അങ്ങനെ ഒരു ചവിട്ടിയാൽ ഒരാൾ അൺകോൺഷ്യസ് ആവും. അതുകൊണ്ട് പിന്നെ വളരെ എളുപ്പമാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അന്നേ മുതലേ ആ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ അന്വേഷണം അന്ന് നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ പ്രതിക്കൂട്ടിലാക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ചാണ് ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെന്ന് പറയേണ്ടി വരും. ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ തെളിവുകൾ എന്തുകൊണ്ട് സപ്രസ് ചെയ്തു? അതെന്തുകൊണ്ടാണ് ആ തെളിവിലേക്ക് പോലീസ് വരാതിരുന്നത്? ആ കേസിന്റെ സമൂലമായ, ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയതുകൊണ്ട് സമൂലമായ അന്വേഷണം ഓരോ ഇഞ്ചും കണക്കാക്കി ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല? ആ PP ദിയുടെ ഒരു ഫോൺ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? ആ കൈക്കൂലി ആരോപണത്തിന് തിരുവനന്തപുരത്ത് വിജിലൻസിൽ ഒരു പരാതി കൊടുത്തു എന്ന് അന്നേ പറയുന്നുണ്ട് പ്രശാന്ത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് രണ്ടാമത് ഇവിടെ വിജിലൻസിൽ കൊടുത്തതായിട്ട് റെക്കോർഡ് ഉണ്ടാക്കി എന്നാണ് വരുന്നത്. അങ്ങനെ കൊടുത്ത ഒരു റെക്കോർഡിനെ പറ്റി ആ വിജിലൻസിന്റെ കണ്ണൂരിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചായിട്ടും വരുന്നുണ്ട്. അദ്ദേഹത്തിനെയും ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം വിജിലൻസ് ഓഫീസിൽ കിട്ടാത്ത ഒരു റെക്കോർഡ്
ഒരു വിജിലൻസിലെ സംഭവം അദ്ദേഹം എങ്ങനെ അന്വേഷിച്ചു, ആ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ അഡീഷണൽ സെഷൻ ജഡ്ജിയുടെ ഉത്തരവ് തീർച്ചയായിട്ടും അത് പി ദിവ്യയുടെ റോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. എഡിഎമ്മിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും നീതി ഇപ്പോഴെങ്കിലും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വെള്ളി വെളിച്ചം ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും ഇവിടെ കൊണ്ട് ഈ പ്രശ്നം തീരില്ല. കാരണം സത്യസന്ധമായി ഫോറൻസിക്കിനെ പറ്റി നല്ല വിവരമുള്ള ഒരു ഡെപ്യൂട്ടി DOSP ഒരു SP ആ കാര്യം അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കാനൊക്കെ ഉള്ളൂ. സാധാരണഗതിയിൽ ഒരു SHO അന്വേഷിച്ച് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. ഫോറൻസിക്കിനെ പറ്റിയും ധാരാളം കേസുകൾ അന്വേഷിച്ച ഒരാളുടെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഴ്ചകളുണ്ടായെന്നും പറയാം. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് ആ കേസ് അന്വേഷിച്ച് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ കോടതി കൊടുക്കുന്ന റിപ്പോർട്ട് കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, മെയ് 30-നകം റിപ്പോർട്ട് കൊടുക്കണമെന്നും. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇനി അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യണം. അത് അന്വേഷിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഇന്ന കാര്യങ്ങളോട് അന്വേഷിക്കാനുണ്ട് എന്ന് കോടതിക്ക് കൊടുത്താൽ കോടതി വീണ്ടും സമയം തരും. തുടരന്വേഷണം നടത്താൻ വേണ്ടി കോടതി വീണ്ടും ഉത്തരവിടും. അതുകൊണ്ട് ഈ കേസിന്റെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിച്ച് ഈ കൃത്യമായ സമയത്തിന് പരിധിക്കുള്ളിൽ അന്വേഷിച്ച് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോടതിയിൽ അത് റിപ്പോർട്ട് ചെയ്ത് കൂടുതൽ സമയം തേടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ ചെയ്ത രീതി കാണുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്തെന്ന് പറയുന്ന ആ ലിഗേച്ചർ അല്ലെങ്കിൽ ആ വള്ളി അത് അദ്ദേഹത്തിന്റെ വെയിറ്റ് താങ്ങാൻ കഴിവില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കട്ടിലിലെ കാല് ചവിട്ടി നിൽക്കുന്നതായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അതിന്റെ ഫോട്ടോകളൊന്നും വെളിയിലിട്ട് വന്നില്ല. എങ്കിലും അതൊക്കെ ഇനി വരണം. അതൊക്കെ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ വെയിറ്റ് കൊണ്ടാൽ ചിലപ്പം ആ വള്ളി പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് തടയുന്നതിന് ഉദ്ദേശിച്ചായിരിക്കണം അങ്ങനെ. എന്തായാലും അദ്ദേഹത്തിന്റെ സ്ക്രോട്ടം ഏരിയയിൽ നിന്ന് വന്ന ബ്ലഡിനെ പറ്റിയെങ്കിലും കൃത്യമായ ഒരു അന്വേഷണം ഇത്തവണത്തെ ഈ അന്വേഷണത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നത്. എന്തായാലും വളരെയധികം ഏരിയകൾ ഇനിയും അന്വേഷിക്കാനുണ്ട്. ആ ഭാഗത്തോടേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം നടന്നതെന്നും അതിനകത്ത് ADMന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ഇനിയെങ്കിലും പോലീസ് തയ്യാറാകണം.